അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നബിചരിത്രത്തിൻ്റെ 12-ാമത്തെ അധ്യായം ബദർ യുദ്ധം എന്നുള്ള അധ്യായത്തിൻ്റെ 4-ാമത്തെ മൊഡ്യൂളിലാണ്. ബദർ യുദ്ധ ദിവസത്തിലെ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അന്ന് പ്രഭാതത്തിൽ പോലും ഭൂമിയിൽ ധിക്കാരത്തോടുകൂടി നടന്ന ഒട്ടുമിക്ക ഖുറൈശി പ്രമാണിമാരും മണ്ണിലേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ്. അടുത്ത ദിവസം മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തർക്കം രൂപപ്പെടുകയാണ്. യുദ്ധക്കളത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ സമ്പത്തുകളുടെ അവകാശം സംബന്ധിച്ച ഒരു തർക്കമായിരുന്നു അത്. യുദ്ധക്കളത്തിൽ നിന്നും അത് ശേഖരിച്ചവർ പറഞ്ഞു, ഇത് ഞങ്ങളുടേതാണ്, കാരണം ഞങ്ങളാണിത് ശേഖരിച്ചത്. ശത്രുക്കൾ പരാജയപ്പെടുവോളം അവരുമായി യുദ്ധം ചെയ്ത കൂട്ടർ പറഞ്ഞു, ഞങ്ങളാണ് ഇതിന് ഏറ്റവും അർഹർ, ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇത് ലഭിക്കുമായിരുന്നില്ല. ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആദ്യത്തെ യുദ്ധമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ യുദ്ധാർജിത സ്വത്തുക്കൾ, ഗനീമത്ത് സ്വത്തുക്കൾ എങ്ങനെയാണ് വിഹിതം വെക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആയത്തുകൾ അവതരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം ലഭിക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിൽ യുദ്ധമുതലുകൾ സൂക്ഷിക്കാൻ തീരുമാനമാവുകയാണ്. മുസ്ലിങ്ങൾ വിജയിച്ച വിവരം മദീനയിൽ അറിഞ്ഞിട്ടില്ല. അത് അറിയിക്കുന്നതിന് വേണ്ടി 2 സ്വഹാബികളെ മദീനയിലേക്ക് അയക്കുകയാണ്. അബ്ദുല്ലാഹിബിന് റവാഹ റളിയല്ലാഹു അൻഹുവും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവുമാണ് അത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും ബന്ദികളും സമരാർജിത സ്വത്തുക്കളുമൊക്കെയായിട്ട് മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. സമ്പത്തുകളുടെ സംരക്ഷണ ചുമതല അബ്ദുല്ലാഹിബിന് കഅബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. സംഘം ആദ്യം താവളമടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ യുദ്ധമുതലുകൾ മുസ്ലിങ്ങൾക്കിടയിൽ തുല്യമായി വിതരണം നടത്തുകയാണ്. കുതിരപ്പടയാളികൾക്ക് 2 വിഹിതമാണ് ലഭിച്ചത്. സുബൈർ ബിൻ ലവ്വാം റളിയല്ലാഹു അൻഹുവും മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനും 2 വിഹിതം ലഭിക്കുകയുണ്ടായി. ബദറിൽ ഷഹീദായവരുടെ വിഹിതം അവരുടെ അനന്തരാവകാശികൾക്ക് നൽകാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മദീനയുടെ മേൽനോട്ടം വഹിച്ച് മദീനയിൽ തന്നെ കഴിഞ്ഞവർക്കും, അതുപോലെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി എന്നാൽ സ്വീകാര്യമായ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെയും ഈ യുദ്ധമുതലുകളുടെ വിഹിതം നൽകാൻ തീരുമാനമുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ യുദ്ധക്കളത്തിനകത്തോ പുറത്തോ വെച്ച് യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ പങ്കാളികളായവർക്കൊക്കെ യുദ്ധമുതലുകളുടെ വിഹിതം നൽകാൻ തീരുമാനമുണ്ടായി. സൂറത്തുൽ അൻഫാലിൻ്റെ 41-ാമത്തെ ആയത്ത്, നിങ്ങൾക്ക് യുദ്ധത്തിൽ വല്ല ധനവും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 5-ൽ 1 അംശം അള്ളാഹുവിനും ദൂതനും അദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കും അവകാശപ്പെട്ടതാകുന്നു. ഈ ആയത്ത് ബദർ യുദ്ധത്തിൻ്റെ സ്വത്ത് വിഭജനത്തിന് ശേഷമാണ് അവതരിച്ചത് എന്ന് ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ യുദ്ധാർജിത സ്വത്തിൻ്റെ 5-ൽ 1 നീക്കിവെച്ചതിന് ശേഷം ബാക്കിയുള്ളതാണ് ഭടന്മാർക്ക് വീതിച്ചു കൊടുത്തത് എന്നും അഭിപ്രായമുണ്ട്. അല്ലാഹു അഅലം. മദീനയിലേക്കുള്ള ഈ യാത്രക്കിടയിൽ ബന്ദികളിൽപ്പെട്ട 2 പേരെ വധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പന കൊടുക്കുകയുണ്ടായി. അതിൽ ഒന്ന് നളിർ ബിൻ അൽ ഹാരിസ്, രണ്ടാമത്തത് ഉഖ്ബത്ത് ബിൻ അബി മുആയ്ത്ത്. 2 പേരും മക്കയിൽ വെച്ച് മുസ്ലിങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തികളായിരുന്നു. ഖുർആൻ ആയത്തുകളെ കളിയാക്കിയിരുന്ന വ്യക്തികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പുറത്ത് ചീഞ്ഞളിഞ്ഞ മൃഗാവശിഷ്ടങ്ങൾ കൊണ്ടിടാൻ മുന്നോട്ട് വന്ന വ്യക്തിയായിരുന്നു ഉഖ്ബത്ത് ബിൻ അബി മുആയ്ത്ത്. സ്വന്തമായി അടിമകളുള്ള അയാൾ സ്വന്തം കരങ്ങളാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തിടാൻ മുന്നോട്ട് വന്നതിൽ നിന്ന് തന്നെ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിങ്ങളോടുമുള്ള വിരോധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും. ഈ യാത്രക്കിടയിൽ അവരെ 2 പേരെയും വധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും മദീനയിലെത്തുന്നതിന് 1 ദിവസം മുമ്പ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവും മദീനയിൽ എത്തുകയാണ്. ബദറിലെ വിജയത്തിന്റെ വിശേഷങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് 2 പേരും മദീനയിൽ പ്രവേശിക്കുന്നത്. 2 പേരും വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ് മദീനയിലേക്ക് കടക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ വിജയവാർത്ത അൻസാരികളെ വിളിച്ചറിയിക്കുകയാണ്. വധിക്കപ്പെട്ട മുശ്രിക്കുകളുടെ എണ്ണം അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായ ഖസ്വയുടെ പുറത്താണ് സെയ്ദ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുന്നത്. ഇത് കേട്ടതോടുകൂടി മുസ്ലിങ്ങൾക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അവർ എല്ലാവരും വീട്ടിന് വെളിയിൽ വന്ന് തക്ബീർ ധ്വനികൾ ഉയർത്തുകയാണ്. എന്നാൽ മറ്റൊരു കൂട്ടർ മുശ്രിക്കുകളും ജൂതന്മാരും അവർക്ക് ഈ വാർത്ത വളരെ നടുക്കമാണ് ഉണ്ടാക്കിയത്. അത് സത്യമല്ല എന്ന് വിശ്വസിക്കാനാണ് അവർക്ക് താല്പര്യം. അതിനുവേണ്ടി അവർ ചില കള്ളപ്രചരണങ്ങൾ
പ്രസംഗങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട്. അവർ പറയുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ അനുചരന്മാർ പരാജയമടഞ്ഞിരിക്കുന്നു, കണ്ടില്ലേ അദ്ദേഹത്തിന്റെ ഒട്ടകം, അദ്ദേഹം വിജയിച്ചെങ്കിൽ നമുക്കെല്ലാം പരിചയമുള്ള ഈ ഒട്ടകത്തിന്റെ പുറത്തായിരുന്നില്ലേ അദ്ദേഹം വരേണ്ടിയിരുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ പറയുന്നത് സമനില തെറ്റിയവന്റെ പിച്ചും പേയും മാത്രമാണ്. എന്നാൽ മുസ്ലിങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതന്മാർ കൊണ്ടുവന്ന വാർത്തകൾ സത്യമാണെന്ന് അവർ സ്ഥിരീകരിച്ചു. എന്നാൽ ഈ സന്തോഷത്തിൻ്റെതായ ഈ സന്ദർഭത്തിനിടയിൽ മറ്റൊരു ദുഃഖ സംഭവം മദീനയിൽ നടക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മരണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് തന്നെ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗബാധിതയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവായ ഉസ്മാൻ ബിൻ അഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ ശുശ്രൂഷ ചുമതല ഏൽപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ റുഖയ്യ റളിയല്ലാഹു അൻഹ അല്ലാഹുവിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. മുസ്ലിങ്ങളുടെ വിജയവാർത്ത ബഹുദൈവ വിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും ജൂതന്മാർക്കുമൊക്കെ വലിയ വിഷമമാണ് ഉണ്ടാക്കിയത്. അതിൽപ്പെട്ട ഒരു ജൂത നേതാവ് പറയുകയാണ്, ഇതാ ശ്രേഷ്ഠജനങ്ങളും ജനനേതാക്കളും അറബികളുടെ രാജാക്കന്മാരും സമാധാനത്തിന്റെ വക്താക്കളുമൊക്കെ വധിക്കപ്പെട്ടു പോയിരിക്കുന്നു. ഇനി ഭൂമിക്കകമാണ് അതിന്റെ പുറത്തേക്കാൾ ഉത്തമം. മുസ്ലിങ്ങളുടെ സംഘം മദീനയിൽ എത്തുകയാണ്. ബന്ദികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവരോട് നല്ല നിലയിൽ പെരുമാറുക. വീട്ടിലുള്ള ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു അവർ ബന്ദികൾക്ക് കൊടുത്തിരുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സ്വഹാബികൾ ഓരോരുത്തരും ബന്ദികളോട് ഏറ്റവും നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. ഈ ഒരു സമയത്ത് ഇവരോട് എന്ത് നയമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 2 മാർഗങ്ങളാണ് മുന്നിലുള്ളത്. ഒന്നുകിൽ അവരെ വധിച്ചു കളയുക, അതല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങിയിട്ട് വിട്ടയക്കുക. ഖുറൈശികളിൽപ്പെട്ട ഒരു കൂട്ടർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലയോ അബൂബക്കർ, ഞങ്ങളുടെ കൂട്ടത്തിൽ പിതാക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, പിതൃവ്യരുണ്ട്, പിതൃവ്യ പുത്രന്മാരുണ്ട്. ഞങ്ങളിൽപ്പെട്ട ഏറ്റവും അകന്ന വ്യക്തിക്ക് പോലും താങ്കളുമായി ബന്ധങ്ങളുണ്ട്. അതിനാൽ ഞങ്ങൾക്ക് മാപ്പു തരാനും മോചനദ്രവ്യം വാങ്ങി ഞങ്ങളെ വിട്ടയക്കാനും താങ്കളുടെ കൂട്ടുകാരനോട് ശുപാർശ ചെയ്താലും. തുടർന്നവർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുകയാണ്. എന്നിട്ട് വളരെ ശാന്തമായിട്ട് ഈ പ്രശ്നം അവതരിപ്പിക്കുകയാണ്. തിരുദൂതരെ, താങ്കൾ എൻ്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ബന്ദികളാക്കിയവരിൽ പിതാക്കളുണ്ട്, മക്കളുണ്ട്, പിതൃവ്യരുണ്ട്, പിതൃവ്യ പുത്രന്മാരുണ്ട്. അവരിലെ ഏറ്റവും അകന്ന വ്യക്തി പോലും ഒരടുത്ത ബന്ധുവാണ്. അതിനാൽ അവരോട് കരുണ കാണിച്ചാലും അള്ളാഹു താങ്കൾക്ക് അനുഗ്രഹം ചൊരിയും. അല്ലെങ്കിൽ അവരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചാലും താങ്കൾ വഴിയായി അള്ളാഹു അവരെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചേക്കാം. അവരിൽ നിന്നും സ്വീകരിക്കുന്ന ധനം മുസ്ലിം ശക്തിക്ക് ഒരു മുതൽക്കൂട്ടുമാവും. സർവോപരി അള്ളാഹു അവരുടെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടമാക്കുകയും ചെയ്തേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട് ഒന്നും മറുപടി പറഞ്ഞില്ല. അല്പസമയത്തിനു ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തിച്ചേരുകയാണ്. അദ്ദേഹം പറയുകയാണ്, തിരുദൂതരെ, അള്ളാഹുവിന്റെ ശത്രുക്കളാണിവർ. അവർ താങ്കളെ നിഷേധിച്ചു, താങ്കളോട് യുദ്ധം ചെയ്തു, താങ്കളെ നാട്ടിൽ നിന്നും ആട്ടി ഓടിച്ചു. അതുകൊണ്ട് ഇവരെയെല്ലാം വധിച്ചു കളയണം. സത്യനിഷേധത്തിന്റെ നേതാക്കളാണവർ. അവരെ അങ്ങനെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഇസ്ലാമിന് ശക്തി കൈവരൂ. ഇത് കേട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മറുപടി നൽകിയില്ല. അദ്ദേഹം വീട്ടിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോഴേക്കും ജനങ്ങൾ 2 ചേരിയായി തിരിഞ്ഞ് സംസാരം നടക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിക്കുന്നവരും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്താങ്ങുന്നവരും അവരിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചർച്ച ചെയ്യാൻ ആരംഭിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉപമകളിലൂടെ വിശകലനം ചെയ്യുകയാണ്. റിസ്കുമായി ബന്ധപ്പെട്ട മലക്ക് മീകായിൽ അലൈഹിസ്ലാമയെ പോലെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രവാചകന്മാരിൽ ഇബ്രാഹിം നബി അലൈഹിസ്ലാമയെ പോലെ, ഈസാ നബി അലൈഹിസ്ലാമയെ പോലെയാണ് അദ്ദേഹം. സ്വന്തം ജനത അഗ്നികുണ്ഡത്തിലെറിഞ്ഞപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത്? ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? ആരെങ്കിലും നമ്മെ അനുഗമിച്ചാൽ അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവൻ, ആരെങ്കിലും ധിക്കരിച്ചാലോ അള്ളാഹുവെ നീ കരുണാവാരിധിയും മാപ്പ് കൊടുക്കുന്നവനുമാണല്ലോ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞത്. അതുപോലെ ഈസാ നബി അലൈഹിസ്ലാം പറഞ്ഞു, സൂറത്തുൽ മായിദയുടെ 118 ആയത്തിൽ, അള്ളാഹുയെ നീ അവരെ ശിക്ഷിക്കുന്ന പക്ഷം നിശ്ചയമായും നിന്റെ അടിമകളാണവർ. നീ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിലോ പ്രതാപശാലിയും യുക്തിമാനുമാണ് നീ. സ്വന്തം ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ 2 പ്രവാചകന്മാരെ പോലെ മക്കക്കാരോട് കരുണ കാണിക്കണം എന്നുള്ള അഭിപ്രായമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുള്ളത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ജിബ്രീൽ അലൈഹിസ്ലാം എന്ന മലക്കിനോടാണ്. അള്ളാഹുവിന്റെ ശത്രുക്കളോടുള്ള കോപവും അവർക്കുള്ള ശിക്ഷ സംബന്ധിച്ച വിവരവും ഒക്കെയായിട്ട് വരുന്ന മലക്കാണ് ജിബ്രീൽ അലൈഹിസ്ലാം. അതുപോലെ നൂഹ് നബി അലൈഹിസ്ലാമയും മൂസാ നബി അലൈഹിസ്ലാമയും 2 പേരും സ്വന്തം ജനതയ്ക്കെതിരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്ലാം 950 വർഷക്കാലത്തോളം പ്രബോധനം നടത്തി. എന്നിട്ടൊടുവിൽ ഗതികെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്
ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. സൂറത്ത് നൂഹിന്റെ 25-ാമത്തെ ആയത്തിൽ, എന്റെ നാഥ, നിഷേധികളുടെ ഒരൊറ്റ ഭവനത്തെയും നീ ഈ ഭൂമുഖത്ത് അവശേഷിപ്പിക്കരുത്, കാരണം അവർ ഇനി വരാനിരിക്കുന്ന ജനസമൂഹത്തെ പോലും നശിപ്പിച്ചു കളയും. അതുപോലെ ഗതികെട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം നടത്തുന്ന ഒരു ദുആ സൂറത്ത് യൂനുസിന്റെ 88-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നാഥ, അവരുടെ സമ്പത്ത് നീ നശിപ്പിച്ചു കളയണം, വേദനാജനകമായ ശിക്ഷ കാണുന്നതുവരെ അവർ വിശ്വസിക്കുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഈ 2 പ്രവാചകന്മാരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത്. അങ്ങനെ ചർച്ച പുരോഗമിക്കുകയാണ്. ഒടുവിൽ ബന്ദികളെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി വിഷയങ്ങൾ അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.